ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 23 പോയിൻറ്റും S&P 26 പോയിൻറ്റും നസ്ഡാക്ക് 137 പോയിൻറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി 96 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി എന്തായാലും ഒരു ഗ്യാപ്പ് ഡൗണിലുള്ള സാധ്യതയുണ്ട്. ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും, മിക്കവാറും ഒരു അറൗണ്ട് 50 പോയിൻറ്റ്സ് എങ്കിലും ഗ്യാപ്പ് ഡൗണിനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡലിനുള്ളിൽ തിങ്കളാഴ്ച ഒരു ഇൻസൈഡ് ക്യാൻഡിൽ വന്നു, ഒരു ഹരാമി ക്യാൻഡിൽ വന്നു. അതിനുള്ളിലാണ് വീണ്ടും ഇന്നലെ ഒരു ഹരാമി ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറത്തോട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലോട്ട് പോവുകയാണ്. കൺസോൾട്ടേഷനിൽ നിന്ന് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും വലിയൊരു മൂവ്മെൻറ്റിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുമല്ല ഇന്നത്തെ CPR വരുന്നത് ഒരു നാരോ CPR ആണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത്, അതായത് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ഓഗസ്റ്റ് 1 തീയതിയുള്ള ക്യാൻഡലിൻ്റെ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയും എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത് അങ്ങോട്ട് മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ വരുന്ന ദിവസം കൂടെയാണ്. രാവിലെ 10 മണിക്കാണ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ വരുന്നത്. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ 10 മണി വരെ മാർക്കറ്റ് മിക്കവാറും ഒരു സൈഡ് വേസിനുള്ള ഒരു സാധ്യത ഉണ്ടാവും. ഒരു റേഞ്ചിനുള്ളിൽ ഒരു കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാവും. ആ 10 മണിക്ക് ചിലപ്പം മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഏകദേശം ഈ ഒരു ലെവല് മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,550 ടാർഗറ്റ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് പിന്നെ അവിടെ ഒരു ഫുള്ള് ഇന്നലെ മൊത്തത്തിൽ ഒരു സപ്പോർട്ട് 1നും പിന്നെ CPRനും ഇടയ്ക്കൊരു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു, റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അപ്പം മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ഒരു ഓഗസ്റ്റ് 1 പിന്നെ തിങ്കൾ ചൊവ്വ ഈ 3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒരു സ്ട്രോങ് ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. അത് മിക്കവാറും ഇന്നത്തെ RBI പോളിസിയുടെ ഡിസിഷൻ വരുന്നതോടുകൂടി ചിലപ്പോൾ ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലെവൽസിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളുണ്ട്. താഴോട്ട് 24,590 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ $520 590 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 500-520 വരയ്ക്കും താഴോട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 440-420 വരെ വരാൻ സാധ്യതയുണ്ട്. 440. ഓക്കെ. മുകളിലോട്ട് ഇന്നലത്തെ ഹൈ വരുന്ന 736 ആണ്. 736 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 810 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം 24,800 റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത്. എന്നാലും നമുക്ക് 810 900. ഓക്കെ. അപ്പോൾ മുകളിലോട്ട് 24,734 ബ്രേക്കൗട്ട് കിട്ടണം 15 മിനിറ്റിൽ. 15 മിനിറ്റിൽ എപ്പോഴാണോ 734 ബ്രേക്കൗട്ട് കിട്ടുന്നത് അവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കാം. 810 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 894.
താഴോട്ട് നേരത്തെ പറഞ്ഞ ലെവൽ തന്നെ 590 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ 520, 400, 440 എന്ന് പറയുന്നത് മിക്കവാറും ഒരു 400 വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 520 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 590 ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഫുൾ ഡേ അവിടെ കൺസോൾഡേറ്റ് ചെയ്തതാണ്. അപ്പം അവിടെ നിന്ന് 590 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫോളിലോട്ട് ഏകദേശം 400 വരയ്ക്കും 400 വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലത്തെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 കോടിക്ക് FIS സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. 3840 കോടിക്ക് DIs സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ 27,909 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ബൈയിങ് ആണ്. അതുപോലെ തന്നെ 4.25 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ക്ലയൻറ്റിൻ്റെ ആണ് ഡേറ്റ. FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39,792 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷൻ 1.97 ലാക്ക് ക്വാണ്ടിറ്റി. പ്രോ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,813 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് 2.9 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, വീക്കിലി എക്സ്പയറി. മാർക്കറ്റ് മിക്കവാറും ഇന്ന് വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും താഴോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതൽ. ഈ ലെവൽ ശ്രദ്ധിക്കുക. 24,586, 24,570. മാർക്കറ്റ് 24,648 ക്ലോസിങ് വന്നിട്ടുണ്ട്. 586 ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,586, 570 മുകളിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് CPRലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിന് താഴെ വലിയൊരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫോളിലോട്ട് പോകത്തുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് നോക്കുക. 24,586 മുകളിലാണെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് CPRലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 24,662, 653 ഏകദേശം 9 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. നാരോ CPR ആണ്. 24,586 എപ്പോഴെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,521, 506, 455, 439 ഈ 2 ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും 10 മണിക്കുള്ള RBIയുടെ ഇൻട്രസ്റ്റ് പോളിസിയുടെ ഡിസിഷൻ നോക്കുക. ആ സമയത്തുള്ള മൂവ്മെൻറ്റ് നോക്കുക, എങ്ങോട്ടാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെന്ന്. മുകളിലോട്ട് വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 24,722, 24,714 ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് റെസിസ്റ്റൻസ് 24,801, 24,785. മൂന്നാമത്തത് 24,867, 24,885. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ലെവൽസ്. ബാക്കി ലൈവ് മാർക്കറ്റിലുള്ള അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.